അപ്പോൾ കമോൺ, എന്തൊക്കെയുണ്ട് ഗൈസ്? അങ്ങനെ സ്ട്രൈക്ക് ഡേ രണ്ടാമത്തെ ദിവസത്തിലോട്ട് കടന്നിട്ടുണ്ട്. സെയിം സിറ്റുവേഷൻ അങ്ങനെ പോകുന്നു. ഇനി എത്ര ദിവസം ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം ഒരു തീരുമാനമാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓടുന്നുണ്ട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഓടാത്തതെന്ന്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ട് അടിച്ച് അണ്ണാക്കി കിട്ടി. ഈ സ്ട്രൈക്ക് നടത്തുന്നവർ തന്നെ ഇതിൽ ഒരുപാട് പേര് കമൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണ്ടിയിട്ടല്ലേ ബ്രോ, ഒറ്റക്കെട്ടായിട്ട് നിൽക്ക്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. ആർക്കും വേണ്ടിയിട്ടല്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, സമ്മതിച്ചു. ഇപ്പോൾ ഈ സ്ട്രൈക്ക് കാര്യങ്ങൾ നടത്തിയിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്, കാര്യങ്ങളാണ്. പക്ഷേ ഈ നിൽക്കുന്ന ആളുകളിൽ തന്നെ ഇത് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ 21-ാം തീയതിയാണ് സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 20-ാം തീയതി നൈറ്റ് ഓടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ കയറേണ്ട ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു നിലവിൽ. അപ്പോൾ അതിൽ പെട്ട ഒരാൾ തന്നെ ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഓടിയിട്ട് നൈറ്റ് അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൽ പെട്ട ഡ്രൈവേഴ്സ് തന്നെയാണ് 1:30 മണി മുതൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് എനിക്കെതിരെ റിപ്പോർട്ട് അടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കി തന്നത്. പ്രൊഫൈലിൽ, അതായത് ട്രിപ്പ് വന്ന് അക്സെപ്റ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈവറാണോ നിങ്ങളത് ചെയ്യല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 12 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ബ്രോ നമ്മൾ നിർത്താൻ പോവുകയാണ്, റൂമിൽ പോകാൻ പോവുകയാണ്, റിട്ടേൺ ട്രിപ്പിന് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രൈവേഴ്സ് ഓടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. നൈറ്റാണ്. നിങ്ങൾ തിങ്കളാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ 21-ാം തീയതി രാവിലെ ആൾക്കാരെ റൂട്ടിൽ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഓടാൻ പാടില്ല, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മര്യാദ ഉണ്ട് റിപ്പോർട്ട് അടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഡ്രൈവർമാർ ചിന്തിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇപ്പോൾ ഈ സ്ട്രൈക്ക് നടത്തുന്ന ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഫേക്ക് ട്രിപ്പ് അടിച്ച ഒരാൾ സ്പോട്ടിൽ ഇപ്പോൾ പണി തരാടാ പറഞ്ഞിട്ട് അവൻ എനിക്ക് റിപ്പോർട്ട് അടിച്ചു. അപ്പോൾ അവന് എൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ഒരാളെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് സ്പോട്ടിൽ റിപ്പോർട്ട് അടിച്ച് തന്നു. അപ്പോൾ റിപ്പോർട്ട് അടിച്ച ടൈമിൽ അവൻ ചിന്തിക്കുന്നില്ല ഇവൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവുമോ, പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആവുമോ, ഇവന് ഇനി ഇത് ഓടാൻ പറ്റുമോ, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവനിനി ഭാവിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലും ചിന്തിക്കാതെയാണ് സ്പോട്ടിൽ നൈറ്റ് റിട്ടേൺ ട്രിപ്പിന് വെയിറ്റ് ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ നിർത്ത് ബ്രോ, അങ്ങനെ പറയാനുള്ളൊരു മര്യാദ കൂടി കാണിക്കാതെ. അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡ്രൈവേഴ്സിനോട് ട്രിപ്പ് അടിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് നിർത്ത് ബ്രോ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഒരുപാട് ഡ്രൈവേഴ്സ് ഞാൻ അന്ന് നൈറ്റ് വണ്ടി ഓഫ്ലൈനിൽ ഇട്ടതിൻ്റെ ശേഷം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്. കാരണം ഒരുപാട് ഡ്രൈവേഴ്സ് അപ്പത്തിന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡാക്കുന്ന ടൈമിൽ അതിന് മുന്നേ തന്നെ ഫേക്ക് ട്രിപ്പ് അടിച്ച് നൈറ്റ് നമുക്ക് റിട്ടേൺ നമുക്ക് റൂമിൽ പോകാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും കിട്ടണ്ടേ. അതായത് 20-ാം തീയതി നൈറ്റ് നമ്മൾ ഓടിയിട്ട് ഒരു റിട്ടേൺ എടുത്ത് റൂമിൽ പോവുക, 21-ാം തീയതി രാവിലെ മുതൽ നിങ്ങൾ സ്ട്രൈക്ക് നടത്തുന്ന ടൈമിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമല്ല. അപ്പോൾ അതുപോലും ചിന്തിക്കാതെ നമ്മുടെ അക്കൗണ്ടിന് പെർമനൻ്റ് ആയിട്ട് പോകുമെന്ന് പോലും ചിന്തിക്കാതെ അത്രക്കും ലാഘവത്തോടെ എടുത്ത പാടന്നെ നമ്മുടെ അണ്ണാക്കിലേക്ക് റിപ്പോർട്ട് അടിച്ചിട്ട് ഫേക്ക് ഡ്രൈവർ വന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് തരാൻ അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ അക്കൗണ്ട് കാലാകാലത്തിന് പോവോ, ബാനായി പോവോ, ബ്ലോക്കായി പോവോ എന്ന് പോലും ചിന്തിക്കാതെ ഇത് ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സംഘടന സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈക്കിൽ നിൽക്കും. ഞാൻ ഇപ്പോഴും പറയാം, ഞാനൊരു സംഘടന സപ്പോർട്ട് ചെയ്തിട്ടോ ഈ സ്ട്രൈക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല എപ്പോഴും ഓടാതിരിക്കുന്നത്. എൻ്റെ അക്കൗണ്ടിനെ ബാധിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ഫേക്ക് ട്രിപ്പ് അടിച്ച് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ ഞാൻ എടുത്ത നിലപാടിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാനിപ്പോഴും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓടും. കാരണം ഈ പറയുന്ന ഒരുത്തനും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ നൈറ്റ് നമ്മൾ നിർത്താൻ പോകുന്നതിൻ്റെ മുന്നേ വരെ നമുക്ക് റിട്ടേൺ ട്രിപ്പിന് വെയിറ്റ് ചെയ്ത് 10-25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഡ്രൈവേഴ്സ് പെരുമ്പാവൂർ പോകേണ്ട ഡ്രൈവറൊക്കെ അതേമാതിരി തൃപ്പൂണിത്തറ അല്ലാന്നുണ്ടെങ്കിൽ അതേമാതിരി ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ റിട്ടേൺ കാലി അടിച്ചിട്ട് പോകുന്നതാണ്. കാലടിച്ചിട്ട് പോവുകയല്ല, എന്താ വെച്ചാൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഒരു 6 മണി മുതൽ 21-ാം തീയതി ഒരു 6 മണി മുതൽ രാവിലെ മുതൽ ഈ സ്ട്രൈക്ക് നടത്തുന്ന ഒരു മര്യാദ ഉണ്ട്. പക്ഷേ ഈ നൈറ്റൊക്കെ ഈ അവിടെ ഇവിടെ പോയി പെട്ട് കിടക്കുന്ന ഡ്രൈവേഴ്സ് റിട്ടേൺ ട്രിപ്പിന് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ ഇവർ ഫേക്ക് അടിച്ചിട്ട് സ്പോട്ടിൽ റിപ്പോർട്ട് അടിക്കുക. നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത പാടാവൻ പറയുന്നത് ഇപ്പം കാണിച്ചു തരാടാ പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ റിപ്പോർട്ട് അടിച്ചു. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ വരെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരാളുടെ അക്കൗണ്ട് കാലാകാലത്തിന് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് കിട്ടുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് വരെ പണി തരുന്ന ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ആൾക്കാർക്കും കൂടി വേണ്ടി സഹകരിച്ചിട്ട് നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സഹകരിച്ചിട്ട് നിൽക്കണം. ഞാൻ പറയും ഒരുത്തനും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞുതരാം.
ഈ സ്ട്രൈക്ക് 2 ദിവസം നടത്തി, 3 ദിവസം നടത്തി. ഇതിലൊരു മാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുത്തനും ഓടിയാലും ഓടിയില്ലെങ്കിലും അവനവൻ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒരുത്തനും ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഓടാൻ പറ്റില്ല, ആ ഒരു ചാൻസ് കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കുന്നതുകൊണ്ട് മാത്രം ഓടാതെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു, എന്താണ് നടക്കുക എന്ന് പോലും അറിയാതെ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ കുറച്ചുകൂടി കാലം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ തൂക്കി വിറ്റ് വേറെ വല്ല പണിക്കും പോകേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? എന്താ ചെയ്യുക അവസ്ഥ? നാട്ടിൽ ചെയ്യാൻ ഇനിയൊരു പണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിലെല്ലാ പണികളും ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നാട് വിട്ട് ഗൾഫിൽ പോയിട്ട് 5-6 കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്തു. ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ലാസ്റ്റ് ഒരു മലയാളി കമ്പനി, ഒരു മൂമ്പി തെറ്റിയൊരു കമ്പനിയിൽ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ പ്രഷർ കാരണം നിർത്തി നാട്ടിൽ വന്നു. സ്വന്തമായിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ചെയ്തു. അതും പൊട്ടി പാളീസായി. കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് അതിൽ കുറേ പൈസ, ലക്ഷങ്ങൾ കടം വന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ബാംഗ്ലൂർ പോയിട്ട് ടാക്സി ഓടിയിട്ട് അവിടുന്ന് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളായപ്പോൾ നാട്ടിൽ വന്ന് സ്വന്തം നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വന്ന് ലോണും കാര്യങ്ങളും ഇട്ട് ഒരു വണ്ടി എടുത്ത് ഓട്ടം തുടങ്ങി. തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ സ്ട്രൈക്ക് കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഇടയിൽ ഇനി അതിനെ ഇതാക്കിയിട്ട് നിൽക്കുന്ന ഇതിന് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയും നിങ്ങൾ നാട്ടിൽ 2 ദിവസം പോയി നിൽക്കും, നാട്ടിൽ 2 ദിവസം പോയി നിൽക്കുന്നതല്ലേ, 3 ദിവസം പോയി നിൽക്കുന്നതല്ലേ, അതേപോലെ കൂട്ടിയാൽ പോരെ എന്ന് പറയും. നമ്മൾ നാട്ടിൽ പോകുന്ന 2 ദിവസമാണെന്നുണ്ടെങ്കിൽ അതിന് 4 ദിവസത്തെ വർക്ക് ഇവിടെ എക്സ്ട്രാ എടുത്തിട്ടാണ് നാട്ടിൽ പോകുന്നത്. ഞാനൊക്കെ നാട്ടിൽ പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുന്നേ ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കും. എന്നിട്ട് കണ്ടിന്യൂസ് ട്രിപ്പ് എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നാട്ടിൽ പോകലുള്ളൂ. കാരണം അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുക്കുന്ന ഒരു എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അവസ്ഥകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇതിൽ ഇങ്ങനത്തെ ചില ആൾക്കാരും ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ ഒരു ജീവിതമാർഗ്ഗമായിട്ടുള്ള എല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് അടിച്ചു പോവോ എന്ന് പോലും നോക്കാത്ത രീതിയിൽ റിപ്പോർട്ട് അടിച്ചിട്ട് അതിൻ്റെ കാരണം പോലും മനസ്സിലാക്കാതെ റിപ്പോർട്ട് അടിച്ചിട്ട് ഉണ്ടാക്കി തരുന്ന പോലത്തെ നാറികൾ വരെ ഉണ്ട്. അങ്ങനത്തെ നാറികൾ വരെ ഉള്ള ഈ ഒരു കൂട്ടായ്മ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കമ്പനി ഇപ്പോൾ ഓരോ കമ്പനികൾക്കും ഓരോ നിലപാടുണ്ടാകും. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ടാക്സി ഒരുപാട് ആൾക്കാർ പിടിച്ചു എന്ന് പറഞ്ഞു. ബൈക്ക് ടാക്സി പിടിക്കാൻ കാരണം ലീഗലല്ല, ഇവിടെ ഓടുന്നത് ലീഗലല്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ ലീഗലല്ലാത്ത കാര്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് ഇല്ലാതെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ആളുകൾക്ക് യാത്ര ചെയ്യാൻ വരെ സാഹചര്യം ഉണ്ടാക്കിയ ഈ ഒരു ബൈക്ക് ടാക്സി ഓടാൻ കാരണക്കാരെല്ലാന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആക്കി ഈ ആപ്ലിക്കേഷനെതിരെ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് നിയമപരമായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല? ആ ചെറുപ്പക്കാരെ ബൈക്കുകൾ മൊത്തം പിടിച്ചിട്ട് അവരെ എത്ര രൂപ ഫൈന് ഇട്ട് കൊടുത്തല്ല. അപ്പോൾ ഈ കമ്പനിക്കെതിരെ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്ത കമ്പനിക്കെതിരെ എന്തുകൊണ്ട് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല? ഈ ഓഡിയോന് മാത്രമല്ല അത് ബാധകമായത്. അപ്പോൾ അവനവൻ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു സംഘടന, ഒരു ഗവൺമെൻറ്, ഒരാളും ഇതിനൊന്നിനും സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മൾ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാതും എടുത്തിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഓടുമ്പോൾ നമുക്ക് ന്യായമായിട്ടുള്ള ഫെയർ കിട്ടുന്ന ഉറപ്പുള്ള ട്രിപ്പുകൾ നമ്മളെടുത്ത് ഓടുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ന്യായമല്ലാത്ത ട്രിപ്പുകൾ എടുത്ത് ഓടാൻ നിൽക്കുന്ന ഡ്രൈവേഴ്സ് അവരാണ് ഇതിൽ കുറ്റക്കാർ. അല്ലാന്നുണ്ടെങ്കിൽ ന്യായമായ ഫെയർ, അല്ലാന്നുണ്ടെങ്കിൽ ന്യായമായ ഒരു ഫെയർ തെരഞ്ഞെടുത്ത് അത് തരാൻ ഈ ലൈസൻസും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു ഗവൺമെൻറ്റിന് ഈ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട നിശ്ചിതമായിട്ടൊരു തുക കാര്യങ്ങളുണ്ട്. അത് ഈ ഗവൺമെൻറ് ഈ കമ്പനികൾ വഴി നടപ്പിലാക്കുന്നത് യഥാർത്ഥ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫെയർ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഈ ഗവൺമെൻറ് ശരിക്കും നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് കുറ്റക്കാരാണ്. ഈ ഗവൺമെൻറ് കുറ്റക്കാരാണ്. ഈ അനാവശ്യമായിട്ടുള്ള ട്രിപ്പുകൾ എടുക്കുന്ന ഡ്രൈവേഴ്സ് കുറ്റക്കാരാണ്. ഈ അനാവശ്യമായിട്ടുള്ള ട്രിപ്പുകൾ തരുന്ന കമ്പനി മാത്രം എങ്ങനെ കുറ്റക്കാരാവുക? ഞാനൊരിക്കലും കമ്പനീനെ മാത്രം കുറ്റം പറയല്ല, അല്ലെങ്കിൽ കമ്പനിനെ മാത്രം ഇത് യോജിപ്പിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ അവരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയല്ല. അങ്ങനെ നമുക്ക് ന്യായമില്ലാത്ത ട്രിപ്പുകൾ എടുക്കുന്ന ഓരോ ഡ്രൈവേഴ്സും അത് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ റെൻറ്റിന് എടുത്തിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലീറ്റിൻ്റെ അണ്ടറിൽ ഓടുന്നവരാവാം. അവർക്കത് മുട്ടിക്കാൻ വേണ്ടിയിട്ട് അവരത് എടുത്ത് ഓടുന്നത്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും കുറ്റക്കാരാണ്, എല്ലാവരും കുറ്റക്കാരാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള ട്രിപ്പുകൾ എടുത്തിട്ട് ഓടാൻ
സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഓടാൻ നിൽക്കുന്ന ഓരോരുത്തരും അതും കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമില്ലാത്ത ട്രിപ്പുകൾ ഈ കമ്പനികൾ തരുമ്പോൾ അത് എടുക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തോടത്തോളം കാലം ഈ കമ്പനികൾ അത് കുറക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് എടുത്തിട്ട് ഓടാൻ ഇവിടെ ആൾക്കാരുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കമ്പനി മാത്രം കുറ്റക്കാരാവുക? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറയണം. അല്ലാതെ ഒരു വശം മാത്രം പറഞ്ഞ് CNGക്ക് വില കൂടി, കമ്പനികൾ ഇത് ചെയ്യുന്നു, അത് കമ്മീഷൻ കൂട്ടുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, എല്ലാതും അതിൻ്റെ കാരണങ്ങളാണ്. ഗവൺമെൻറ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഗവൺമെൻറ് ഇടപെടാനാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നത് അതിന് കമ്പനിയുടെ മാത്രം കുറ്റക്കാരാക്കിയിട്ടില്ലെങ്കിൽ ഊബർ, റാപ്പിഡോ, ഓല, കേരള സവാരി ഇവരെല്ലാവരും കുറ്റക്കാരാണ്, ഇവർ കമ്മീഷൻ കൂട്ടുന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുന്നില്ല? ഒരു നിശ്ചിത കണക്കല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സ്പെൻസ് അല്ലാന്നുണ്ടെങ്കിൽ CNG ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നോർമലായിട്ട് വിലവർധനവ് വരുമ്പോൾ നമുക്ക് ഡ്രൈവർമാർക്ക് നിശ്ചിതമായിട്ടൊരു തുക തരണമെന്ന് ഗവൺമെൻറ്റിന് അറിയാലോ. അപ്പോൾ ലീഗലായിട്ട് ലൈസൻസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്പനികൾ അത് തരുന്നുണ്ടോ ഇല്ലയെന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ ഗവൺമെൻറ് അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത്. ഇപ്പോൾ ഗവൺമെൻറ് കുറ്റക്കാരാണ്, കമ്പനി കുറ്റക്കാരാണ്, ന്യായമില്ലാത്ത ട്രിപ്പുകൾ എടുത്ത് ഓടുന്ന ഡ്രൈവേഴ്സ് കുറ്റക്കാരാണ്. ഒരു വിധത്തിൽ നോക്കി എല്ലാവരും കുറ്റക്കാരാണ്. ഈ സമരം ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിൽ കുറ്റക്കാരായിട്ടുണ്ടാവും. അപ്പം ഞാനൊരു കാര്യം പറയുക, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുത്തൻ്റെയും കൂടെ ഉണ്ടാവില്ല, അവനവൻ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, ഇത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ആവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിങ്ങനെ കൂടുതൽ കാലം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും പൊളിച്ചടക്കി വിറ്റ് വേറെ വല്ല പണിക്കും പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം എന്തായാലും സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത്, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഭാവി എന്തൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പുതിയ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്നവരോട് ഒന്ന് വെയിറ്റ് ചെയ്യുക. സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കിയതിൻ്റെ ശേഷം മാത്രം എടുത്ത് ചാടിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി തരാൻ ഇവിടെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ പണി വാങ്ങാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.